ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് Studio Vlogs ആൻഡ് ഐം ശ്രീത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലിപ് ബാംസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ കോമൺ ആയിട്ട് ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ലിപ് ബാംസും പ്ലസ് വാസലിൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യലി ഫോർ ചാപ്ഡ് ആൻഡ് ഡ്രൈ ലിപ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്യാമറയിൽ നിന്ന് മാറി നോക്കുമായിരിക്കും, ബിക്കോസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാസലിൻ്റെ പെട്രോളിയം ജെല്ലിയാണ്. വാസലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് നല്ല എന്താണ് ബ്രാൻഡ് സാധനമാണ്. കാരണം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നവരാണ് വാസലിൻ. വലിയൊരു മുതൽ ചെറിയ പിള്ളേർ വരെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് വാസലിൻ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആലോ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ തന്നെ നോർമൽ വാസലിനും ഉണ്ട്. അപ്പോൾ ചാപ്ഡ് ആൻഡ് ഡ്രൈ ലിപ്സിന് വളരെ നല്ലതായിരിക്കും വാസലിൻ. ലെനേജിൻ്റെ വേറൊരു ലിപ് ബാം ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ച് പേഴ്സണലായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുമില്ല. എനിക്കതിൻ്റെ ഉപയോഗിച്ച് നോക്കാൻ ഞാൻ എങ്ങനെയാണ് റിവ്യൂ പറയാം. സോ വാസലിനാണ് ഞാൻ അതിന് പകരം എന്താണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. വാസലിൻ ഇടുവാണെങ്കിൽ നമ്മൾ രാത്രി മാത്രം ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ ട്രൈ ചെയ്യുക. രാവിലെ നമ്മൾ സൺ എക്സ്പോസ് ആവുന്ന രീതിയിൽ രാവിലെയൊക്കെ നമ്മൾ ഈ വാസലിൻ ലിപ്പിൽ ഉപയോഗിച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് ലിപ്സ് പിഗ്മെൻറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നല്ലോണം ഉണ്ട്. സോ ഫേസിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ലിപ്സിലാണെങ്കിലും വാസലിൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ നൈറ്റ് ടൈം മാത്രം ഉപയോഗിക്കാൻ നോക്കുക, രാവിലെ ഇത് ഉപയോഗിക്കാതെ സൺ എക്സ്പോസ് ആവുന്ന രീതിയിൽ വാസലിൻ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇത് അടിപൊളി സാധനമാണ്. ചാപ്ഡ് ആൻഡ് ഡ്രൈ ലിപ്സ് ആണെങ്കിൽ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം, അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന ലിപ് ബാം എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽറ്റ് വീഗൻ ലിപ് ബാം ആണ്. ഇത് റെഡ് വെൽവെറ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലിപ് ബാം ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഇതിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് ആയിക്കോട്ടെ, നമുക്കത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കേക്കിൻ്റെ ഓർമ്മ വരും. പിന്നെ ഇതിനൊരു സ്വീറ്റ് ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ലിപ് ബാമിന്. സോ എനിക്കത് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് അതിന് കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കണ്ടൻ്റായിട്ട് വരുന്നത് ക്യാരറ്റ് സീഡ് ഓയിലുണ്ട്, കൊക്കോ ആൻഡ് ഷിയ ബട്ടർ ഉണ്ട്, ഒലിവ് ഓയിലുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിനെല്ലാം ഹൈഡ്രേഷൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ നല്ലൊരു റേഞ്ചിലാണ്. ഹൈഡ്രേഷൻ്റെ റേഞ്ച് നോക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ ക്യാരറ്റ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് നാച്ചുറൽ SPF ആണ്. അതായത് നമ്മൾക്ക് UV പ്രൊട്ടക്ഷൻ തരുമല്ലോ, അത് നാച്ചുറലി തരാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് സീഡ് ഓയിൽ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് അതുള്ളത് കൊണ്ട് ഒരു നാച്ചുറൽ SPFും കൂടെ ഇതിൽ ഉണ്ട്. പിന്നെ ഷിയ ബട്ടർ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ അടിപൊളിയായിട്ടുള്ള സാധനമാണ്, അതും ഈ ലിപ് ബാമിൽ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഈ ലിപ് ബാമിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യും. അടിപൊളിയായിട്ടുള്ള ഒരു ലിപ് ബാമാണ്, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ഈ ഒരു ലിപ് ബാമാണ്. ഷുഗറിൻ്റെ ഈ ലിപ് ബാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 04LIIT ആണ്. ഇതിൻ്റെ വേറെ കുറേ വേരിയൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാണ്. ഇതിൽ SPF ഉള്ള ലിപ് ബാമാണ്. സോ നമുക്ക്
സൺ എക്സ്പോസിലോട്ട് നിങ്ങൾ ചെല്ലുകയാണ്, നിങ്ങളുടെ ഫേസ് സൺ എക്സ്പോസ് ആവുന്നുണ്ട്, അങ്ങനെയുള്ളപ്പം നമുക്കൊരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ഫേസിന് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ചുണ്ടിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണ്, അത് ഈ സൺ എക്സ്പോസ് കൊണ്ടുവന്ന ലിപ് പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ SPF ലിപ് ബാംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലിപ് ബാമിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, ഷിയ ബട്ടർ ഉണ്ട്, ജോജോബ ഓയിൽ ഉണ്ട്. മാത്രമല്ല SPF, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിനകത്ത് SPF ഉള്ളതാണ്. സോ ഇത് ചുണ്ടിനെ നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലൊരു ലിപ് ബാമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ പറഞ്ഞേക്കാം, മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇത് ഷുഗറിൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡെയ്ഗയുടെ ഈ ഒരു ബീട്രൂട്ട് ലിപ് ബാം ആണ്. ഇടയ്ക്ക് വെച്ച് നല്ലോണം വൈറലായ ഒരു ലിപ് ബാം ആണ്. ആ ഒരു ടൈമിലാണ് ഞാനും ഇത് വാങ്ങിയത്. സോ ഈ ഹൈപ്പൊക്കെ കണ്ട് നമ്മൾ വിശ്വസിച്ച് കുറേ സാധനങ്ങൾ വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങിയതാണ് ഈ ഐറ്റം. പക്ഷേ ഇത് എനിക്ക് സ്യൂട്ട് ആവുന്നില്ല. നമുക്ക് ഇതിനകത്തുള്ള മെയിൻ കണ്ടൻസ് നോക്കാം. അതിൽ ആൽമണ്ട് ഓയിലുണ്ട്, അവക്കാഡോ ഉണ്ട്, ജോജോബ ഓയിലുണ്ട്, ഷിയ ബട്ടർ ഉണ്ട്, ബീട്രൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്, ബീ വാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഇതിൽ ജസ്റ്റ് ഗീ ആൻഡ് ബീട്രൂട്ടിന്റെ നീര് മാത്രം വെച്ചിട്ട് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുമല്ലോ, അതേ ഒരു എഫക്റ്റ് ആണ് ഈ സാധനം. പിന്നെ ഇതിന് 290 റുപ്പീസ് അങ്ങാണ്ടാണ് ഈ ഒരു ചെറിയ ഇതിന്. ജസ്റ്റ് ഇത് എത്ര 10 ml അത്ര എങ്ങാണ്ടേ ഉള്ളൂ, ജസ്റ്റ് 10 gram അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് 290 എങ്ങാണ്ടാണ്, ഓൾമോസ്റ്റ് 300 റുപ്പീസാണ് ഈ കുഞ്ഞ് ലിപ് ബാമിന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുണ്ട് നെയ്യായിട്ട് കറക്റ്റായി പോകുന്നില്ല, ലൈക്ക് ഗീ ഉണ്ടല്ലോ, അത് നമ്മുടെ ചുണ്ടത്ത് ചില ആൾക്കാർക്ക് തേക്കുമ്പോൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ആവുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് നെയ്യ് സ്യൂട്ട് ആവാത്ത രീതിയിലത്തെ ചുണ്ടാണ്. ബിക്കോസ് നെയ്യ് ഇടുമ്പോഴും നല്ലോണം പെട്ടെന്ന് തന്നെ ചുണ്ട് ഡ്രൈ ആവുന്ന പോലെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ ലിപ് ബാം സജസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതോ അങ്ങനെയുള്ള ലിപ് ബാംസ് ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 ലിപ് ബാം ഞാൻ മുന്നേ കാണിച്ച പോലെ ഇത് 2 ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഡെയ്ഗോ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാൾക്ക് പ്രിഫർ ചെയ്യത്തില്ല. അതുപോലെ നോർമലായിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നെയ്യൊക്കെ തേക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡെയ്ഗോ വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്, ഞാനൊന്നും പറയില്ല. ആൻഡ് ഒരുപാട് പോസിറ്റീവ്സും ഈ എന്താണ് ലിപ് ബാമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് പേഴ്സണലി വർക്കായില്ല. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നല്ല എന്താണ് ചാപ്ഡ് ആൻഡ് ഡ്രൈ ലിപ്സ് ആണ്, നെയ്യ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലിപ് ബാം യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.